കൊണ്ടുവാ വൈൻ കിട്ടി. റെഡ് വൈൻ. നൈസ്. ഓഡിയോ ലോഞ്ചിന്റെ അല്ല, വേറെ കാര്യമുണ്ട്. ഇന്ന് കണ്ടില്ലേ ലെൻ പ്രസാദ്, സൂപ്പർ ഡയറക്ടറാ. ആളുടെ സിനിമയിൽ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. യു വോണ്ട് ബിലീവ്, അത്ര കിടിലൻ ക്യാരക്ടർ. ഞാൻ ഔട്ട്ലൈൻ കേട്ടു. ഇറ്റ്സ് ലൈക്ക് എ ഫെയറി ടെയിൽ. ഇറ്റ്സ് നോട്ട് എ മെയിൻ ലീഡ് ആൻഡ് ഓൾ, പക്ഷെ കിടിലൻ ക്യാരക്ടർ. അവതാറൊക്കെ പോലെ ഈ മോഷൻ ക്യാപ്ചർ ആ സംഭവമല്ലേ, അതാണ്. ഞാൻ പൊളിക്കും. നീ പൊളിക്കും, ഉറപ്പല്ലേ? അല്ലാണ്ട് പിന്നെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ VFX ചെയ്ത മഞ്ഞുമലയുടെ മുകളിൽ എത്ര നാൾ നമ്മൾ ഷിഫോൺ സാരി എടുത്ത് ഡാൻസ് കളിക്കും? നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ സെൻസിബിൾ ആയിട്ട്? അതെ, ഓപ്പണർ വേണം. വൈൻ ഓപ്പണർ അല്ലേ? അതില്ല ഇവിടെ. എന്താ ചെയ്യാ? അതില്ല ഇവിടെ. ഹലോ സ്ക്രൂ. ഹലോ അപ്പു, ഞാനിവിടെ താഴെയുണ്ട്, ഒന്ന് കാണാൻ പറ്റുമോ? അവിടെ ഒന്നോ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ബൈ. പോരെ, വിട്ടോ. പോവാണ്, ഒന്ന് സമയമായി. ഞാനൊരു ബെറ്റർ ഐഡിയ പറയട്ടെ. ഞാൻ ആദ്യം ദുബായിൽ പോയിട്ട് അവിടെ സെറ്റിൽ ആവാം, എന്നിട്ട് അപ്പോൾ വന്നാൽ മതി. ടേക്ക് യു ടൈം, സമയമെടുത്ത് വന്നാൽ മതി. പക്ഷെ അധികം സമയം എടുക്കല്ലേ. ഒരുപാട് സമയമെടുത്താൽ ചിലപ്പോൾ റിലേഷൻ പോയിപ്പോൾ. ഐ ഡോണ്ട് വാണ്ട് ടു മിസ് യു. പോയി തരുമോ മാത? എന്നോട് തരി ഇഷ്ടം പോലും തോന്നുന്നില്ല. അതാ അതാ അടിപൊളി. അതാ ഞാനല്ല അഭിനയിക്കേണ്ടത്, നീ അഭിനയിക്കേണ്ടേ. അതെൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള നിന്നെ, എൻ്റെ അമ്മേനെ. നിങ്ങൾ രണ്ടുപേരും ഇന്നലെ എന്നെ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിച്ചു. നീ പോയി കഴിഞ്ഞ ശേഷം എൻ്റെ അമ്മ എന്നെ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിച്ചു. അമ്മയുടെ മുമ്പിൽ എനിക്ക് ആ ചീത്ത പേര് മാറ്റണം. ഞാൻ എന്തെങ്കിലും പണിയെടുത്ത് മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചു. പോയി തരുമോ മാത? അപ്പു, ഞാൻ എന്നാ പോയിട്ട് നാളെ വരാം. അപ്പോൾ ഇതാരും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആകെ പ്രശ്നമായിരിക്കാം. അവളുടെ ബ്രദർ അയച്ചു തന്നതാ. ഇസ് കമ്മിങ് ടുമോറോ ടു ഗെറ്റ് ഹർ. കരഞ്ഞോണ്ടിരിക്കാം. വോട്ട് വി ഡു? അങ്ങനെ കൊണ്ടുപോകോ? സമീ, വല്ല വൃത്തിയിട്ടവന്മാരിങ്ങനെ കാണിക്കുന്നത് നീ എന്ത് ചെയ്തിട്ടാ? എന്നെ കരയണേ എന്തിനാ? നിനക്കറിയില്ല അപ്പു. എല്ലാം ശരിയാവും സമീ. ഇക്ക വരുമ്പോ നമുക്ക് സംസാരിക്കാം. ഇല്ല, എനിക്ക് ഓൾറെഡി ലാസ്റ്റ് വാർണിംഗ് കിട്ടിയതാ. ഇനി ശരിയാവില്ല, ഇനി ഒന്നും ശരിയാവില്ല. സമീ,
സംസാരിച്ചാൽ തീരാത്ത പ്രശ്നമൊന്നുമില്ല. ഞാൻ സംസാരിക്കാം. ഇല്ല, എനിക്കറിയാം. ഇനി ഗെയിം ഓവറാ. ഇനി ഒന്നും ശരിയാവില്ല. ഇതൊന്ന് പൊട്ടിച്ചു തരൂ. പൊട്ടിച്ചു. അതിപ്പോൾ എങ്ങനെ പൊട്ടിക്കും? എനിക്കറിയില്ല. മാത്തൻ്റെ ഫാമിലി പെരുമ്പാവൂരിൽ നിന്നായിരുന്നു. അച്ഛൻ എന്തോ ചിട്ടി കമ്പനി, എൻ്റെ സിസ്റ്റേഴ്സ് എന്തോ ഉണ്ടായിരുന്നു. ചിട്ടി കമ്പനിയാണെങ്കിൽ ആകെ പൊട്ടി പാളീസായി. ഒരു ദിവസം അച്ഛൻ ഇവരെയൊക്കെ കൊണ്ട് വീഗാലാൻഡ് പോയി. ദിവസം മൊത്തം അടിച്ചു പൊളിച്ചു. വൈകുന്നേരം ഹോട്ടൽ റൂമിൽ ബിരിയാണിയിൽ മിക്സ് ചെയ്ത് ഫുൾ ഫാമിലി തട്ടിപ്പോയി. മാത്രം രക്ഷട്ടെ. പൂച്ചയുടെ ജന്മം. ഈസ് എ സർവൈവർ. അപ്പോൾ പിന്നെ നിനക്ക് സെറ്റ് ആയിക്കൂടെ? എടി പയ്യനാ, വിശ്വസിക്കാനായിട്ടില്ല.